നമസ്കാരം. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു അറിയിപ്പ്, ഒരു നിയമം വന്നിട്ടുണ്ട്. അതായത് ഇനി ഏത് പമ്പിലെയും ടോയ്ലറ്റ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഈ ദൂരയാത്ര പോകുമ്പം സ്ത്രീകൾ സാധാരണയായി ഭർത്താക്കന്മാരോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ചേട്ടാ, പോകുന്ന വഴിക്ക് നിർത്തി നിർത്തി പെട്രോൾ അടിച്ച് പോകാം നമുക്ക്. കാരണം പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ പെട്രോൾ ഇറക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും നമുക്കറിയാം. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ ചേർന്ന ചെറിയ ചെറിയ കടകളിൽ നല്ല ടോയ്ലറ്റ് ഉണ്ടാവണമെന്നില്ല. കാരണം അവർക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി വളരെ ഇടുങ്ങിയ, നമുക്ക് അതായത് ഇങ്ങനെ കയറി പോയിട്ട് തിരിച്ചിറങ്ങി വരാൻ തക്കമുള്ള ചെറിയ ടോയ്ലറ്റുകളാണ് ഉണ്ടാവാറുള്ളത്. അത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് കുറച്ച് ഹൈജീൻ കൂടുതൽ ചിന്തിക്കുന്നവരായതുകൊണ്ട് അവരതിനകത്തൊക്കെ കയറി ഒട്ടും കംഫർട്ട് അല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പമ്പുകളിലെ കുറച്ചുകൂടെ വിശാലവും കുറച്ച് വൃത്തിയുള്ളതും ഒക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പോൾ ഏത് പമ്പിൽ കയറിയും നമുക്ക് ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കാം. അതിന് നമുക്ക് പ്രത്യേകിച്ച് പെട്രോൾ അടിക്കണം എന്നില്ല. സാധാരണ നമ്മൾ പെട്രോൾ അടിക്കും, നമ്മളവിടെ നമ്മുടെ പെട്രോൾ ഇറക്കുന്നു, പെട്രോൾ അടിക്കുന്നു, പെട്രോൾ എടുക്കുന്നു, അങ്ങനെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏത് പമ്പിൽ കയറിയും നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള, പൊതുജനങ്ങൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കുക എന്നുള്ള ഒരു നിയമമാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സൗകര്യമാണ്. ആണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ അതൊക്കെ സാധിക്കാനുള്ള അവസരം നമുക്ക് അവരുണ്ടാക്കുമല്ലോ. പക്ഷെ നമുക്കത് പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയൊരു ടെൻഷൻ, നമ്മളൊരു ദൂരയാത്ര പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ടെൻഷനാണ് സത്യത്തിൽ ഒഴിവായത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഓർക്കുക, ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, ഏത് പമ്പിലും കയറി നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം. ആരും ഒന്നും പറയില്ല. മറന്നു പോകരുത്. ഒരു ചേച്ചിക്ക് ഇതുപോലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ സൗകര്യം കൊടുക്കാനായിട്ട് 1,00,000-ൽ കൂടുതലാണ് പിഴ കൊടുക്കേണ്ടി വന്നത് പമ്പുകാർ. അത് മറന്നു പോകരുത്. ഈ അടുത്ത നാളിൽ നടന്ന സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഏത് പമ്പ് ഉപയോഗിക്കാം. ധൈര്യമായിട്ട് യാത്ര പൊക്കോളൂ, ജീവിതം ആസ്വദിക്കൂ.